കഥ തുറക്കുമ്പോൾ പുറം വാതിലൂടെ മുരാരി ഇറങ്ങി ഓടുക. മുണ്ട ഇല്ല. നിന്റെ നുണക്കുഴി കണ്ടപ്പോ അടിവയറ്റിലും മഞ്ഞുള്ള രാത്രി. വോട്ടുകൂടിയ സമയത്ത് ഇയാൾ വാറ്റി കുപ്പി അതിനകത്ത് ഉണ്ടാവും. എപ്പോഴും ഒരു കുപ്പി സാധനം കഴിക്കാണെന്ന് പറയുന്നത്. അറബികളെയൊക്കെ പറ്റിച്ച് തിരിച്ചു വന്നിട്ട് ഇവിടെ തന്ത്രി, ജ്യോതിഷം മാത്രമല്ല ഇദ്ദേഹം വലിയ തന്ത്രിയാണെന്നാണ് പറയുന്നത്. വലിയ ബോർഡൊക്കെ വെച്ച് ഇവിടെ ഈ മാപ്പിളപ്പാട്ടുകൾ ഇടുന്നു, അതിനകത്തനുസരിച്ച് ഡാൻസ് ചെയ്യുന്നു, ഇദ്ദേഹത്തിന്റെ പല കോപ്പറയങ്ങൾ കാണിക്കുന്നു. മുരാരി ബാബു അത്ര നല്ലവനൊന്നുമല്ല. അദ്ദേഹത്തിന്റെ പൂർവ്വകാല പേര് രാജൻ ബാബു എന്നാണ്. രാജൻ ബാബുവിന്റെ ജീവചരിത്രം അദ്ദേഹം ഒരു കൊച്ചു സ്റ്റേഷനറി കട ഇട്ടിരുന്നു, ഒരു മൈക്ക് സെറ്റ് ഉണ്ടായിരുന്നു. ഒരു കൊച്ചു വ്യാപാരിയായിട്ടാണ് തുടക്കം വീടിനോട് ചേർന്ന്. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇയാളൊരു ജ്യോതിഷരുടെ വേഷം ഇട്ടുകൊണ്ട് വരിക. ഇയാൾ കവിടി പോലും നിരത്തി പഠിച്ച ആളല്ല. അതുപോലെ കൂടുതലും വരുന്നത് വിദേശത്ത് നിന്നും മറ്റ് ജില്ലകളിൽ നിന്നുമുള്ളവരാ, പല മതത്തിൽപ്പെട്ടവർ, കൂടുതൽ ഹിന്ദുക്കളല്ലാത്തവരാ. അപ്പൊ അവർ വരുമ്പോൾ അവരുമായി ചർച്ച നടത്തുന്നു, കൂടുതലും ഈ ബാധ ഒഴിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ ഇന്നലെ ഏതാണ്ട് 6-6:30 ഇടയ്ക്ക് വൈകിട്ട് ഒരു പെൺകുട്ടി 16 വയസ്സേ ഉള്ളൂ അമ്മയുമായി ചെല്ലുന്നു. അപ്പോൾ മുരാരി ബാബുവിന് സ്വാഭാവികമായിട്ട് പെൺപിള്ളേർ ചെല്ലുമ്പോൾ ചില ഡയലോഗൊക്കെ അടിക്കും, ചില നിർദ്ദേശമൊക്കെ കൊടുക്കും. പിന്നീട് ഈ പെൺകുട്ടി ചില നിർദ്ദേശമൊക്കെ കൊടുത്തു. അപ്പൊ അങ്ങനെ സംസാരിച്ചതിന് ശേഷം ഈ അമ്മയോട് പറഞ്ഞു, അമ്മ ഇവിടെ ഇരിക്കണം, മോളെ പൂജാമുറിയിലോട്ട് വിടണം. അപ്പം പറഞ്ഞു, നല്ലതില്ല, ശരി, അമ്മ നിഷ്കളങ്കയായ ഒരു അമ്മയാണ്. അങ്ങനെ ഈ മോളെ മുറിയിലേക്ക് കടത്തി വിട്ട് കഥ കടച്ചു. അരമണിക്കൂർ കഴിഞ്ഞിട്ട് അനക്കമില്ലപ്പോൾ ഒരു നിലവിളിയാക്കി കിട്ടുന്ന അട്ടഹാസം. അപ്പൊ അമ്മ കഥ തുറക്കുമ്പോൾ പുറം വാതിലൂടെ മുരാരി ഇറങ്ങി ഓടുക. മുണ്ട് ഇല്ല, പൊതുവെ ഉള്ള അറിവ് അദ്ദേഹത്തിന് വസ്ത്രമില്ലായിരുന്നു. അപ്പൊ അങ്ങനെ പുറമെ ഇറങ്ങി ഓടി. അയലോക്കത്തെ വീട്ടിൽ ഓടി കയറിയതുകൊണ്ട് മാത്രമാണ് ഇത് പുറലോകം അറിഞ്ഞതും ആ വീട്ടുകാർ പോലീസിനെ അറിയിച്ചതുകൊണ്ടാണ് ഈ വിവരം അറിയുന്നത്. ഇത്ര സാക്ഷരത കേരളം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇത്രയും വിവരവും വിദ്യാഭ്യാസവുമുള്ള നമ്മുടെയൊക്കെ നാട്ടിലാണ് ഇതൊക്കെ നടക്കുന്നതെന്ന് ഓർക്കുമ്പോൾ അതീവ ലജ്ജ തോന്നുന്നു. നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള വ്യാജ ജ്യോത്സ്യന്മാരുടെ എണ്ണം കൂടി വരികയാണ്. എന്തുകൊണ്ടാണ് ഇതുപോലുള്ള വാർത്തകൾ തുടരെ വന്നിട്ട് നമ്മളൊക്കെ ഇതുപോലുള്ള ട്രാപ്പുകൾ പെട്ടുപോകുന്നു ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ അന്ധമായ വിശ്വാസം തന്നെയാണ്. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള അവസാന വാക്ക് ജ്യോത്സ്യന്മാരാണെന്ന് ചിന്തിക്കുന്നവരാണ് ഈ അന്ധവിശ്വാസികൾ എന്ന് പറയുന്നത്. ജ്യോതിഷം പഠിക്കാത്ത ഒരാൾക്ക് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നത്? അദ്ദേഹം ചില ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ പല കാര്യങ്ങളും പറയുന്നു. അത് സത്യമായി വരില്ല. അദ്ദേഹം ഒരു പരീക്ഷണം പോലെ പറയുകയാണ് ഓരോ കാര്യങ്ങളും. അത് വിശ്വസിച്ച് നമ്മളെപ്പോലുള്ള അന്ധവിശ്വാസികൾ അദ്ദേഹത്തിന്റെ ട്രാപ്പിൽ വീഴുന്നു. ഈ പെൺകുട്ടിയുടെ കാര്യത്തിൽ ആരാണ് ഇവിടെ തെറ്റുകാർ? അദ്ദേഹത്തെ പോലെ തന്നെ തെറ്റുകാരിയാണ് ആ കുട്ടിയുടെ അമ്മ എന്ന് പറയുന്നവർ. അറിഞ്ഞുകൂടാത്ത ഒരാളുടെ മുറിയിലേക്ക് ഒരു പെൺകുട്ടിയെ, തൻ്റെ മകളെ അയച്ചിട്ട് ഒരു ട്രാപ്പിൽ പെട്ടുപോയത് ഇത്രയ്ക്ക് ഊഹിക്കാനുള്ള കഴിവില്ല. ഇനി എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, അദ്ദേഹം സത്യസന്ധനായ ഒരു ജ്യോതിഷനും ആയിക്കൊള്ളട്ടെ, പെൺകുട്ടിയെ, അതും തൻ്റെ മകളെ മുറിയിലേക്ക് കയറ്റി വിട്ടിട്ട് എത്ര ധൈര്യത്തോടെയാണ് ആ അമ്മ പുറത്തേക്ക് നിൽക്കുന്നതെന്ന് ചിന്തിക്കാനേ സാധിക്കുന്നില്ല. നാട്ടുകാർ തന്നെ പറയുന്നുണ്ട്. കാരണം നാട്ടുകാർക്ക് അറിയാം അദ്ദേഹം എന്ത് ജോലിയാണ് ചെയ്ത് ജീവിച്ചത് എന്ന്. അദ്ദേഹം ജ്യോതിഷം പഠിച്ചിട്ടില്ല എന്ന് നാട്ടുകാർക്ക് നല്ല രീതിയിൽ ഉറപ്പുണ്ട്. അപ്പോൾ ആ നാട്ടിലുള്ള ആരും പോകുന്നത് അല്പം ദൂരേക്കുള്ള കാസർഗോഡ്. കാരണം എന്ന് പറയുന്നത് നമ്മുടെ അന്ധവിശ്വാസികൾ നമ്മുടെ നാട്ടിൽ പെരുകി വരുന്നതാണ്. അതിനൊരു കുറവ് വന്നാൽ മാത്രമേ ഇതുപോലുള്ള ജ്യോതിഷന്മാരുടെ തട്ടിപ്പിൽ നിന്ന് നമുക്ക് രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അദ്ദേഹം അത്രത്തോളം സത്യസന്ധനാണെങ്കിൽ അദ്ദേഹത്തിന് അവിടെ നിന്നും രക്ഷപ്പെട്ട് ഓടേണ്ട കാര്യമില്ലായിരുന്നു. അവിടെ നിന്ന് തൻ്റെ സത്യാവസ്ഥ പറയേണ്ട കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ കുട്ടികൾക്ക് എന്തെങ്കിലും സ്ട്രെസ്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ പാരൻസ് എന്താണ് ചെയ്യേണ്ടത്? ഇതുപോലുള്ള വ്യാജ ജ്യോതിഷന്മാരുടെ അടുത്ത് പോയാൽ നമുക്ക് ആർക്കും ഒരു സൊല്യൂഷനും കിട്ടാൻ പോകുന്നില്ല. നമ്മുടെ ലൈഫ് മാറ്റിമറിക്കാനും ഇവരെ കൊണ്ടൊന്നും സാധിക്കുന്നില്ല. നമ്മൾ പോകേണ്ടത് അങ്ങനെയുള്ള കൗൺസിലിംഗ് കേന്ദ്രങ്ങളുണ്ടല്ലേ, അങ്ങനെ ഡോക്ടേഴ്സിനെ പോയി കണ്ട് ആരും അറിയുകയുമില്ല, ഡോക്ടേഴ്സിനെ പോയി കണ്ട് അങ്ങനെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ഇതുപോലുള്ള വ്യാജ ജ്യോത്സ്യന്മാർ എന്ന് പറയുന്നത് അവർക്ക് സൂപ്പർ നാച്ചുറൽ പവറോ കാര്യങ്ങളോ ഒന്നുമില്ല, നമ്മളെപ്പോലുള്ള ഒരു വ്യക്തിയാണ്. ഇതൊക്കെ കണ്ടിട്ടും ഇനിയും നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ നാട്ടിൽ അന്ധവിശ്വാസങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും. അതിലൊന്നും ഒരു കുറവും വരികയില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളെ പരീക്ഷണ വസ്തുവായി കൊണ്ട് മറ്റുള്ളവരുടെ കൊണ്ട് നിർത്താതിരിക്കുക.